ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ഒരു വലിയൊരു ഡൗട്ടിന്റെ ആൻസറുമായിട്ടാണ്. വേറെ ഒന്നുമല്ല, ടീച്ചിങ് അസിസ്റ്റന്റ് ജോബ് കേട്ടോ. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ആർക്കും വേണമെങ്കിലും അപ്ലൈ ചെയ്യാവുന്നതാണ്. ബി എഡ് ഉള്ളവർക്കും ബി എഡ് ഇല്ലാത്തവർക്കും ഇനി ഡിഗ്രി ഇല്ലാത്തവർക്ക് വരെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു ജോബാണ് ടീച്ചിങ് അസിസ്റ്റന്റ് ജോബ്. ഓക്കെ, അപ്പൊ അതിനെക്കുറിച്ച് ഞാനിവിടെ റിസർച്ച് ചെയ്ത് എഴുതി വെച്ചിട്ടുണ്ട് കുറച്ച് പോയിന്റ്സ്. ചെറിയൊരു റിസർച്ച് ചെയ്യേണ്ടി വന്നു, കാരണം ഞാനൊരു ടീച്ചറായിട്ടാണ് ഇപ്പോൾ 6 years ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ഒരു ടീച്ചിങ് അസിസ്റ്റൻസിനെ കണ്ടിട്ടുണ്ടെങ്കിലും അവരെ കുറിച്ച് കൂടുതൽ ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഒരു ക്വസ്റ്റ്യൻസ് എല്ലാവരും ചോദിച്ചത് കൊണ്ടിട്ട് ഞാൻ ഒരു ഇച്ചിരി ടൈം എടുത്തത്. അതുകൊണ്ട് തന്നെയാണ് ലിങ്ക്ഡിനിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കി, മിനിസ്ട്രിയുടെ സൈറ്റിൽ, അതായത് അൽദാർ പോലെയുള്ള സൈറ്റ്സിലൊക്കെ കയറി ഞാൻ നോക്കി എന്തൊക്കെയാണ് അവരുടെ ക്വാളിഫിക്കേഷൻസ്, അതായത് എന്തൊക്കെ വേണം റിക്വയർമെന്റ് ആയിട്ടെന്ന് ഇങ്ങനത്തെ വേക്കൻസിയുടെ അണ്ടറിൽ നോക്കി കണ്ടു. പിന്നെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് ടീച്ചർ അസിസ്റ്റന്റ് ആയിട്ടുള്ളത്. അപ്പൊ അവരുടെ അടുത്തൊക്കെ ചോദിച്ചിട്ട് ഇൻഫർമേഷൻ കളക്ട് ചെയ്തിട്ടാണ് ഞാനിന്ന് വീഡിയോയിലേക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, സോ ബെസ്റ്റ് ഓഫ് മൈ നോളജ് ഞാനത് നിങ്ങൾക്ക് വേണ്ടി ഡെലിവർ ചെയ്യാണ്. അതിൽ ഫസ്റ്റ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. ടീച്ചിങ് അസിസ്റ്റന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്, എന്താണ് നിങ്ങൾക്ക് വേണ്ട ബേസിക് എഡ്യൂക്കേഷൻ, ദെൻ എക്സ്പീരിയൻസ് റിലേറ്റഡ് ആയിട്ടുള്ളത്, CTA സർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടൊരു സർട്ടിഫിക്കേഷൻ ഉണ്ട്, സോ അതിനെ പറ്റിയിട്ട്, പിന്നെ ലാംഗ്വേജ്, പ്രൊഫഷണൽ സ്കിൽസ്, ഇതൊക്കെ, പിന്നെ എങ്ങനെ CV ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യാം, എങ്ങനെയാണത് അപ്ലൈ ചെയ്യേണ്ടത്, പിന്നെ ബെനഫിറ്റ്സ്, സാലറി റേഞ്ച്, ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ ഇത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നുണ്ട്, ആദ്യം തൊട്ട് അവസാനം വരെ കേൾക്കാം. ഇവിടെ ടീച്ചറായിട്ട് ജോബ് കിട്ടാതെ ഓരോ വട്ടവും വിസിറ്റിംഗ് വിസയ്ക്ക് വന്നിട്ട് അതുപോലെ തന്നെ തിരിച്ചു പോകുന്നവരുണ്ട് അല്ലെ. നിങ്ങൾക്ക് ഒത്തിരി മോട്ടിവേറ്റ് ചെയ്യുന്ന, ഇൻസ്പയർ ചെയ്യുന്ന ഒരു കാര്യമാണ് ടീച്ചിങ് അസിസ്റ്റന്റ് എന്നുള്ളത്. കാരണം വൺസ് ഒരു സ്കൂളിലേക്ക് ടീച്ചിങ് അസിസ്റ്റന്റ് ആയിട്ടെങ്കിലും കയറി പറ്റുവാണെങ്കിൽ നിങ്ങൾക്കൊരു BEd ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നെക്സ്റ്റ് ഇയർ നെക്സ്റ്റ് ലെവലിലേക്ക് പോവാനായിട്ട് പറ്റും. ഓക്കെ, സോ നിങ്ങളും ടീച്ചേഴ്സും ഈ വീഡിയോ ഒന്ന് കാണുവാണെങ്കിൽ നല്ലതായിരിക്കും എന്ന് ഞാൻ പറയുന്നു. പിന്നെ കുറച്ചധികം ആളുകളുണ്ട് വീട്ടിലിരിക്കുന്ന +2 ഒക്കെ ഉള്ളൂ, ഇനി എന്ത് ജോലിക്ക് പോകണം എന്നുള്ളവര്, അങ്ങനെയുള്ളവർക്കും പറ്റുന്ന ഒരു ജോലിയാണ് ടീച്ചർ അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതെങ്ങനെയാണ് എന്നുള്ളത് ഞാനിപ്പോ വിശദീകരിച്ചിട്ട് പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് ടീച്ചിങ് അസിസ്റ്റന്റ് ജോബ്? നമ്മുടെ ഇവിടെ UAE കൂടുതലായിട്ട് ഞാൻ കേട്ടിട്ടുള്ള TA എന്നുള്ള വേർഡാണ്, ടീച്ചർ അസിസ്റ്റന്റ്. ഓക്കെ, അസിസ്റ്റന്റ് ടീച്ചർ നമ്മൾ യൂഷ്വലി പറയുമെങ്കിലും ടീച്ചർ അസിസ്റ്റന്റ് TA എന്നാണ് ഫുൾ ഫോം. നേരത്തെ ഞാൻ ജെംസിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവിടെയുള്ള കൂടുതലായിട്ടുള്ള TAസിനൊക്കെ ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രി ഉണ്ടായിരുന്നു കേട്ടോ. മാത്രമല്ല മിനിസ്ട്രിയുടെ സൈറ്റിൽ ഞാൻ കയറി നോക്കിയപ്പോൾ, അതായത് അൽദാർ, അതുപോലെ തലീം പോലെയുള്ള നല്ല നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അവിടെ ഞാൻ കയറി നോക്കുമ്പോഴേക്കും അവരുടെ വേക്കൻസീസിൽ കണ്ടത് ഡിഗ്രിയാണ് ബേസിക് യോഗ്യത. പക്ഷേ ഇങ്ങനെയുള്ള ചില ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മാത്രമാണ് ഡിഗ്രി ആവശ്യമുള്ളൂ. കുറച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ ജസ്റ്റ് ഒരു +2ന്റെ ആവശ്യം മാത്രമേ വരുന്നുള്ളൂ. റീസെന്റ് ഞാനൊരു ജെംസിന്റെ തന്നെ വേറൊരു സ്കൂളിൽ ഇപ്പൊ റീസെന്റ് ആയിട്ട് ഞാൻ വന്നേക്കുന്ന ഒരു വേക്കൻസി കണ്ടു. അതിന്റെ അണ്ടറിൽ ആകെ നമുക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ +2 മാത്രമായിരുന്നു. സോ അതിന്റെ അകത്തുനിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമുള്ളൂ, ഓരോ എമിറേറ്റ്സിലും it is totally different and it is depends upon the institution. ഓക്കെ, ഞാനിങ്ങനെ ChatGPTയിലും സെർച്ച് ചെയ്തു നോക്കി എന്താണ് ബേസിക് യോഗ്യത എന്ന്. അപ്പൊ അതിൽ പറഞ്ഞേക്കുന്നതും ഇത് തന്നെയാണ്. ഇവിടെ UAEയിൽ ഡിഫറെന്റ് എമിറേറ്റ്സിൽ ഡിഫറെന്റ് ആയിരിക്കും, ഡിഫറെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഡിഫറെന്റ് ആയിരിക്കും. മോസ്റ്റ്ലി ഇൻ അജ്മാൻ ഏരിയ TSന് +2 മാത്രം മതി. ഓക്കെ, ദുബായിലും ഷാർജയിലും ഉമ്മൽഖുവൈനിലും അതുപോലെ തന്നെ നമ്മുടെ അബുദാബിയിലൊക്കെ ആണെങ്കിലും ഇത് തന്നെയാണ് അവസ്ഥ. ചില സ്കൂളിൽ നമുക്ക് +2 മാത്രം മതി, ചില സ്കൂളിൽ മാത്രമാണ് ഡിഗ്രിയും ഡിപ്ലോമയും ഒക്കെ ചോദിക്കുന്നത്. പിന്നെ മോണ്ടിസോറി കോഴ്സിനെ പറ്റി ചോദിക്കുന്നുണ്ട്. TA ആവാനായിട്ട് മോണ്ടിസോറി കോഴ്സിന്റെ ആവശ്യമില്ല. ഓക്കെ, ദെൻ മോണ്ടിസോറി കോഴ്സ് ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ പ്ലസ് പോയിന്റ്. ഓക്കെ, നമുക്കൊരു പ്ലസ് പോയിന്റ് ആണ്. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡിപ്ലോമ നിങ്ങളുടെ കയ്യിലുണ്ട്, ഓഫ് കോഴ്സ് നിങ്ങൾ പോയിട്ട് അപ്ലൈ ചെയ്യാം. ഓക്കെ, ദെൻ നമുക്ക് അപ്പൊ ഇതിനെപ്പറ്റി ഞാൻ പറയുന്നു. എന്താ ടീച്ചർ അസിസ്റ്റന്റ് എന്ന് പറഞ്ഞല്ലോ, ഇനി എന്താണ് അവരുടെ റെസ്പോൺസിബിലിറ്റി എന്നുള്ളത് പറയാം. സോ ഒരു ക്ലാസ് റൂം സപ്പോർട്ട് എന്നുള്ള രീതിയിലാണ് TA വരുന്നത്. പിന്നെ നമ്മൾ വിചാരിക്കും അല്ലെ, നാട്ടിൽ നിന്നൊക്കെ വന്നിട്ട് ടീച്ചറാണ് ഞാൻ, എന്തിനാണ് എനിക്ക് TA ജോബ് എന്ന്. പക്ഷെ എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം. ഞാനിവിടെ UAEയിൽ വന്നിട്ട്
ആദ്യമായിട്ട് അപ്ലൈ ചെയ്തിരുന്ന കുറച്ച് പോസ്റ്റുകളിൽ എനിക്ക് കോൾ വന്നപ്പോൾ ഒരു സ്കൂളിൽ നിന്ന് എനിക്ക് വന്നത് ആക്ച്വലി TA ആയിട്ടായിരുന്നു. ഇത് ഷാർജയിലുള്ള ഒരു സ്കൂളാണ്. ഞാൻ സ്കൂളിന്റെ പേര് ഇവിടെ UAE പ്രോട്ടോകോൾ അനുസരിച്ചിട്ട് നമ്മൾ സ്കൂളിന്റെ പേര് അങ്ങനെ മെൻഷൻ ചെയ്യാൻ പാടില്ല എന്നുള്ളത് കൊണ്ടിട്ട് ഞാനത് പറയുന്നില്ല. എനിക്കറിയില്ല അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പഠിക്കേണ്ടിയിരിക്കുന്നു, ഇത് പറയാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. അപ്പൊ എന്തായാലും ഒരു സ്കൂളിൽ നിന്ന് എനിക്ക് കോൾ വന്നത് ടീച്ചർ അസിസ്റ്റന്റ് ആയിട്ടാണ്. അപ്പൊ ഞാനിവിടെ UAE വന്നിട്ടേ ഉള്ളൂ, എനിക്ക് അങ്ങനെ സ്കൂളിനെ പറ്റി യാതൊരു ധാരണയില്ല. ഇവിടെ എൻ്റെ റിലേറ്റീവ്സ് ആരും തന്നെ ആ സമയത്ത് സ്കൂളിൽ വർക്ക് ചെയ്യുന്നവരില്ല. അപ്പൊ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഈ സ്കൂളിൽ നിന്ന് ടീച്ചർ അസിസ്റ്റന്റ് ജോബും അടുത്ത സ്കൂളിൽ എനിക്ക് പെർമനന്റ് ആയിട്ട്, അതൊരു CBSE സ്കൂളായിരുന്നു കേട്ടോ, CBSE സ്കൂളിൽ പെർമനന്റ് ആയിട്ട് ഒരു ഫിസിക്സ് ടീച്ചറായിട്ട് ഒരു വേക്കൻസിയിൽ എനിക്ക് കിട്ടി. പെർമനന്റ് ആണ്, ലൈക്ക് വി ക്യാൻ സ്റ്റേ ദയർ. ഇവിടെ എന്ന് വെച്ചാലും ആണ്, ബട്ട് ഇതൊരു ബ്രിട്ടീഷ് സ്കൂളാണ്. ഇവിടെ എനിക്ക് കിട്ടിയത് ടീച്ചർ അസിസ്റ്റന്റ് ജോബ് ആയിരുന്നു. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ ഓക്കെ, ഞാൻ BEd കഴിഞ്ഞിട്ടേ ഉള്ളൂ, ഞാൻ കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ആ സമയത്ത് ഞാൻ വിചാരിച്ചു ഓക്കെ, ഐ ഡോണ്ട് വാണ്ട് എ ടീച്ചർ അസിസ്റ്റന്റ് ജോബ് ബിക്കോസ് ഐ എം എ ടീച്ചർ. അങ്ങനെ ഒരു സാധനം നമ്മുടെ മനസ്സിൽ വരുമല്ലോ. അപ്പൊ അത് തന്നെയാണ് എനിക്ക് വന്നത്. എനിക്ക് ടീച്ചർ അസിസ്റ്റന്റ് ജോബ് വേണ്ട, ചെറിയ പൈസ ആണെങ്കിലും ടീച്ചർ ജോബ് മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, ടീച്ചർ ജോബിന് കയറി. അവിടെ എൻ്റെ സ്റ്റാർട്ടിംഗ് സാലറി എന്ന് പറയുമ്പോൾ 3200 dirhams ആയിരുന്നു. ഇവിടെ ടീച്ചർ അസിസ്റ്റന്റ് ജോബിന് അതിനുശേഷമാണ് ഞാൻ അറിഞ്ഞത്, ലേറ്റർ ഞാൻ ഇവിടെ ജോയിൻ ചെയ്തൊക്കെ കഴിഞ്ഞിട്ടാണ് അറിയണത്, ഇവിടെ ടീച്ചർ അസിസ്റ്റന്റ് ബ്രിട്ടീഷ് കരിക്കുലത്തിലെ ഒരു വെൽ നോൺ സ്കൂളായിരുന്നു എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ 4.5 ഉണ്ടായിരുന്നു, 4500 dirhams ആയിരുന്നു അവിടുത്തെ സാലറി എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു അതിനുശേഷം ഇപ്പോൾ ആഫ്റ്റർ 5 years ഞാൻ ഈ സ്കൂളിൽ ആഫ്റ്റർ 5 yearsഉം ഇന്നും എനിക്ക് ആ അന്ന് തന്നെ TA ആയിട്ട് വിളിച്ചിട്ടുള്ള ആ സ്കൂളിൽ ഇതുവരെ ഒരു ടീച്ചറിന് ഇന്റർവ്യൂവിന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ കുറെ കോൺസ്റ്റന്റ്ലി അപ്ലൈ ചെയ്ത് നോക്കി, ഒന്നും എനിക്ക് കയറി പറ്റാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവിടെ വർക്ക് ചെയ്യണ ക്യാൻറ്റീനിലൊക്കെ വർക്ക് ചെയ്യണ ഒരു ലേഡി എനിക്ക് അറിയായിരുന്നു. അപ്പൊ ആള് പറഞ്ഞത് ആളുടെ സാലറി 4.5 തന്നെയാണ്. ടീച്ചർ അസിസ്റ്റൻസിന് 4.5 ആണ്, ടീച്ചേഴ്സിന് അവിടെ 8.5+ ഉണ്ട് സാലറി. ഓക്കെ, സോ നമുക്ക് നമുക്ക് പെട്ടെന്ന് കിട്ടേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിലനിൽപ്പിന് വേണ്ടത് സാലറിയാണ്. അതുപോലെ സ്ട്രെസ്ലെസ് ആയിട്ടുള്ള ജോബ് കിട്ടുകയാണെങ്കിൽ ദാറ്റ് ഇസ് അല്ലെ എന്റർടൈനിങ്, എൻജോയിങ് ഒക്കെ ആയിരിക്കും. ടീച്ചിങ് ജോബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ഇറ്റ് ഇസ് എ ലിറ്റിൽ ബിറ്റ് ഡിഫിക്കൽട്ട്. നമ്മുടെ ജോലിയുടെ ഭാരം തലയിൽ ഏറ്റിക്കൊണ്ട് വീട്ടിലോട്ട് വരണം. 24/7 വർക്കിംഗ് ആണ്. ഓഫ് കോഴ്സ് അത്രയ്ക്കും നമ്മൾ നാട്ടിൽ വർക്ക് ചെയ്തതിൻ്റെ ഒരു ട്രിപ്പിൾ ആയിട്ടാണ് ഇവിടെ വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കാൻ. ഇനി ബ്രിട്ടീഷ് കരിക്കുലം ഒക്കെ ആണെങ്കിൽ ഓഫ് കോഴ്സ് അതിലും കൂടും. ഓക്കെ, CBSE പിന്നെയും കുറച്ചും കൂടി ഓക്കെ ആണ്, ബട്ട് സ്റ്റിൽ നാട്ടിലെ വെച്ച് നോക്കുമ്പോൾ ഡബിൾ ആണ് ഇവിടെ, ഡബിളോ ട്രിപ്പിൾ എന്നൊക്കെ പറയാം. ഇതിലും കൂടുതലാണ് ബ്രിട്ടീഷ് കരിക്കുലത്തിലും. സോ ആസ് എ TA അപ്പൊ ഞാൻ 3+ years ആ സ്കൂൾ പഴയ CBSE സ്കൂളിൽ വർക്ക് ചെയ്തു. ആ സമയത്ത് ഓൾ സാലറി ഇത്രേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. നമുക്കങ്ങനെ സാലറി വൺസ് നമ്മളൊരു സ്കൂളിൽ എൻട്രി ചെയ്താൽ വൺസ് ഇൻ ഇയർ 150, ചിലപ്പോൾ 150 അത്ര ഒരു റേഞ്ചിലാണ് നമ്മുടെ സാലറി ഇൻക്രിമെന്റ് ആവുള്ളൂ. നമ്മൾ എഗ്രിമെന്റിൽ സൈൻ ചെയ്യുമ്പോൾ ഉള്ള ആ ഒരു സാലറി ആയിരിക്കും നമുക്ക് കണ്ടിന്യൂസ്ലി ഉണ്ടാവുക. അപ്പോൾ ഇവിടെ TA-ക്ക് 4.5 ഉണ്ട്, ദാറ്റ്സ് എ ഗുഡ് ജോബ്. അതിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലേക്ക് ഒന്നും എടുത്തിട്ട് പോകണ്ട, ഇങ്ങനെ ഹെഡേക്ക് എടുത്തിട്ട് പോകണ്ട, ലെസൺ പ്ലാൻ ഉണ്ടാക്കണ്ട, അതുപോലെ ലെസൺ പ്രിപ്പറേഷൻ വീട്ടിലിരുന്ന് ചെയ്യണ്ട, വീട്ടിൽ കൂളായിട്ട് ഇരിക്കാനായിട്ട് പറ്റും. അങ്ങനെ സ്ട്രെസ്ലെസ് ആയിട്ടൊരു ലൈഫാണ് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഉണ്ടാവുക. അതാണ് ഫസ്റ്റ്. അപ്പൊ എന്തൊക്കെയാ ജോബ് എന്ന് ഒന്നുകൂടി ഞാൻ ഇതിലേക്ക് വരാം. ക്ലാസ് റൂം സപ്പോർട്ട്, പിന്നെ അസിസ്റ്റിംഗ് ലീഡ് ടീച്ചർ, അതായത് ലെസൺ പ്ലാൻ പ്രിപ്പറേഷൻ ആവാം, അല്ലെങ്കിൽ ലെസൺ പ്രിപ്പറേഷൻ ആവാം, അതിനൊക്കെ ഹെൽപ്പ് ചെയ്യാം. ലെസൺ പ്ലാൻ നമ്മളായിട്ട് ഉണ്ടാക്കി കൊടുക്കാന്നല്ല അതിന്റെ അർത്ഥം. അതിന്റെ അർത്ഥം വരുന്നത് നമുക്കിപ്പോൾ ടീച്ചിങ് മെറ്റീരിയൽസ് ചെറിയ ക്ലാസ്സിലായിരിക്കുമല്ലോ TAs ഒക്കെ ആവശ്യം വരുന്നത് pre-KG, KG-യിലൊക്കെയാണ്. ഇപ്പൊ നിങ്ങൾ നോക്കുവാണെങ്കിലും CBSE-യെക്കാളും കിട്ടിയില്ലെങ്കിൽ CBSE ജോയിൻ ചെയ്യാനേ ഞാൻ പറയുള്ളൂ. അല്ലെങ്കിൽ അമേരിക്കനോ ബ്രിട്ടീഷോ ഒക്കെ ആയിട്ടുള്ള സ്കൂളുകളിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യാം. അവിടെ അത്യാവശ്യം സാലറി ഉണ്ട്, എന്തായാലും 3.5 എങ്കിലും സാലറി ഉണ്ടാവും. ഓക്കെ, അസിസ്റ്റന്റ് ടീച്ചറിന്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ദ CBSE ടീച്ചേഴ്സ് സാലറി. ഓക്കെ, അപ്പൊ അത് ഓക്കെ ആണ്. അങ്ങനെ കയറാനായിട്ട് ശ്രദ്ധിക്കുക. +2 ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഈ ഡിഗ്രി എന്ന് കണ്ടാൽ കൂടി നിങ്ങൾ +2 ഉള്ളെങ്കിലും അപ്ലൈ ചെയ്യണം കേട്ടോ. പിന്നെ മോസ്റ്റ് ഓഫ് ദി സ്കൂൾസിന് +2 മതി. ഓക്കെ, വേറെ ഒന്നും വേണ്ട, ഇനി ആ ക്വസ്റ്റ്യൻ വേണ്ട. ഓക്കെ, ദെൻ അസിസ്റ്റിംഗ് ലീഡ് ടീച്ചർ എന്ന് പറയുന്ന ലെസൺ പ്രിപ്പറേഷൻ മാത്രമല്ല, ലെസൺ പ്ലാൻ പ്രിപ്പറേഷൻ അല്ല,
അത് കുട്ടികൾക്ക് മെറ്റീരിയൽസ് ഒക്കെ വെച്ചിട്ട് ആക്ടിവിറ്റി ഓറിയന്റഡ് ക്ലാസ് ആയിരിക്കും. കാരണം ഫൗണ്ടേഷൻ സ്റ്റേജ്, ഞാനിത് ബ്രിട്ടീഷ് കരിക്കുലം, ചിലർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു IGCSE എന്ന് വെച്ചാൽ എന്താണ്. ഇറ്റ് ഈസ് ബ്രിട്ടീഷ് കരിക്കുലത്തിന് ഇന്റർനാഷണൽ ജനറൽ സർട്ടിഫിക്കറ്റ് ആണ്. നമ്മുടെ സ്റ്റേറ്റിന്റെ SSLC എന്ന് പറയില്ലേ, അതുപോലെയാണ് കേട്ടോ. അപ്പോൾ ബ്രിട്ടീഷ് കരിക്കുലത്തില് ക്ലാസ്സിന് കുറച്ച് വ്യത്യാസമുണ്ട്. പറയുന്ന പേര് ഞാൻ പറയാം. നമ്മൾ സാധാരണ സ്കൂളിൽ KG1 KG2 എന്ന് പറയും, അല്ലെ LKG UKG എന്ന് പറയുന്ന പോലെ. പക്ഷെ എപ്പോഴും ബ്രിട്ടീഷ് കരിക്കുലത്തിൽ എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 3 ഇയേഴ്സിലാണ്. 3 ഇയേഴ്സിൽ നമ്മൾ പ്ലേ സ്കൂളിനല്ലേ കുട്ടികളെ ആക്കുന്നത്. അതിനെ പറയുന്ന പേരാണ് ഫൗണ്ടേഷൻ സ്റ്റേജ് 1. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചേർക്കും LKGയിലോട്ട്. പക്ഷെ ഇവിടെ ഫൗണ്ടേഷൻ സ്റ്റേജ് 2. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, കുട്ടികളെ KG1 KG2 കഴിഞ്ഞിട്ട് ഗ്രേഡ് 1ലേക്ക് ചേർക്കും. അതിന് പ്ലേ സ്കൂൾ, KG1 കഴിഞ്ഞിട്ട് KG2ലേക്ക് ചേർക്കും. ഇവിടെ KG2 ആകുമ്പോഴേക്കും ഇവിടെ ഓൾറെഡി ഞാനിവിടെ പറയാം, ഇത് KG1 KG2 പ്ലേ സ്കൂൾ. ഓക്കെ, പ്ലേ സ്കൂൾ KG1 KG2. ഇവിടെ വരുന്നത് ഫൗണ്ടേഷൻ സ്റ്റേജ് 2 ആൻഡ് ഇയർ 1. ഓക്കെ, അങ്ങനെ വരുമ്പോൾ ഇവിടെ ഇയർ 1 ഓൾറെഡി സ്റ്റാർട്ട് ആയി. ഇവിടെ KG2 ആയപ്പോഴേക്കും ഇവിടെ ഇയർ 1 ആയി ബ്രിട്ടീഷ് കരിക്കുലത്തിൽ. അങ്ങനെ വരുമ്പോൾ നമുക്കിവിടെ IGCSE എക്സാം എഴുതുന്നത് ഇയർ 13ലാണ്. ഇവിടെ ഇയർ എന്നാണ് പറയാ, ഇവിടെ ഗ്രേഡ്, ഇവിടെ ഇയർ എന്ന് പറയുമ്പോൾ ഇയർ 13 ആണ്. അപ്പൊ നിങ്ങൾ ഓർക്കേണ്ടത് TASനെ കൂടുതലും എടുക്കുന്നത് ഫൗണ്ടേഷൻ സ്റ്റേജ് 1, ഫൗണ്ടേഷൻ സ്റ്റേജ് 2, പിന്നെ ചിലപ്പോൾ ഇയർ 1ലും ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പൊ ആ ഒരു ചെറിയ കുട്ടികൾ എന്ന് പറയുന്ന ആക്ടിവിറ്റി ഓറിയന്റഡ് ക്ലാസ് ആയിരിക്കും. കുറെ അധികം ഫ്ലാഗുകൾ ചിലപ്പോൾ കട്ട് ചെയ്തുണ്ടാക്കേണ്ടി വരും, അല്ലെങ്കിൽ മാത്സ് ആണെങ്കിൽ അതിന് മെറ്റീരിയൽസ് എല്ലാം പ്രിപ്പയർ ചെയ്യേണ്ടി വരും. അപ്പോൾ ഓരോ ഗ്രൂപ്പിനും വേണ്ട മെറ്റീരിയൽസ് വേണ്ടി വരും. അതൊക്കെ TS ആണ് കൂടുതലായിട്ടും ഇതൊക്കെ പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, അത് നമ്മൾ സ്കൂളിൽ ഇരുന്ന് തന്നെയാണ് ചെയ്യുക. കാരണം ഒരു 12:30 അതിനു മുമ്പോ ആയിട്ട് കുട്ടികളെ നേരത്തെ വീട്ടിൽ വിടും. ഓക്കെ, ക്ലാസ് കഴിയും. അതിനുശേഷം ടിൽ സ്കൂൾ ടൈം തീരുന്ന, ചില സ്കൂളിൽ 2:30 തീരും, ചില സ്കൂളിൽ 3 മണി വരെ ഉണ്ടാവും. അപ്പൊ അതുവരെ TAയും അതുപോലെ ടീച്ചേഴ്സും ഓൾ സ്കൂൾ മാനേജ്മെന്റ് അവിടെ വർക്കിംഗ് ആയിരിക്കും. ആ സമയത്ത് നിങ്ങൾക്ക് ഇതൊക്കെ കട്ട് ചെയ്തുണ്ടാക്കണം. ഓക്കെ, അതാണ് നിങ്ങളുടെ ഒരു ജോബ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ സെറ്റിംഗ് അപ്പ് ദ ക്ലാസ് റൂം മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്ലാസ് റൂം ഭയങ്കരമായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടായിരിക്കും ഇവിടുത്തെ സ്കൂളുകളുടെ ഒക്കെ ഉണ്ടാവുക. നാട്ടിലും ഉണ്ട്, പക്ഷെ അതിനേക്കാളും കൂടുതലായിട്ട് കുറെ അധികം ചാർട്ട്സ് സ്കൂൾ പറയും. അതായത് സ്കൂളിന്റെ കലണ്ടർ അവിടെ വേണം, കുട്ടികളുടെ ആക്ടിവിറ്റീസ്, കുട്ടികളുടെ നെയിം ലിസ്റ്റ്, കുട്ടികളുടെ ബർത്ത്ഡേസ്, പിന്നെ മാത്സിന്റെ കോർണർ ഒക്കെ അവിടെ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യുക. ഇവിടെ സയൻസിന്റെ കോർണർ, അങ്ങനെ പറഞ്ഞിട്ട് സബ്ജക്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ഓരോ കോർണേഴ്സ് ഉണ്ടാവും. അതെല്ലാം നമ്മളാണ് ഡെക്കറേറ്റ് ചെയ്യേണ്ടതും. മെറ്റീരിയൽസ് എല്ലാം കുറെ അധികം കളിക്കാനും അതുപോലെ വർക്ക് ചെയ്യാനും പഠിക്കാനും ഒക്കെയുള്ള മെറ്റീരിയൽസ് ഇവിടെ സ്കൂളിൽ അവൈലബിൾ ആയിരിക്കും. അതൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുക. പിന്നെ പറയുന്നതെന്ന് വെച്ചാൽ സ്റ്റുഡന്റ് സൂപ്പർവിഷൻ എന്ന് പറയുമ്പോൾ സേഫ്റ്റി, ഒരു എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ ഉള്ള സേഫ്റ്റി. കുട്ടികളാണെങ്കിലും ചെറിയ ചെറിയ എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്യും, അവരുടെ സേഫ്റ്റി ഉണ്ട്. അവരുടെ ബാഡ് ബിഹേവിയർ ഉണ്ടെങ്കിൽ അതൊക്കെ കൺട്രോൾ ചെയ്യുക. ടീച്ചർ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നതിന്റെ കൂടെ തന്നെ സപ്പോർട്ടായിട്ട് നിന്നുകൊണ്ട് കുട്ടികളുടെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്ത് കുട്ടികളെ കൊണ്ട് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യിപ്പിക്കുക. അങ്ങനെയുള്ളതാണ്. കുട്ടികളായിട്ട് നല്ലൊരു പേഷ്യന്റ് ആയിട്ടുള്ള ഒരു സ്വഭാവം വേണം, പേഷ്യൻസ് വേണം. കുട്ടികളാണ്, അവരുടെ ലെവലിൽ നിന്നുകൊണ്ട് നമുക്ക് അവർക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കാനായിട്ട് പറ്റണം. നമുക്കൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി വേണം, അവരെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട്. പക്ഷെ ദേഷ്യപ്പെടാനോ അങ്ങനെയൊന്നും പാടില്ല. വളരെയധികം അവരുടെ ലെവലിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് അവരിൽ ഒരാളായിട്ട് നിന്നുകൊണ്ട് വേണം അവരെ കൺട്രോൾ ചെയ്യാനായിട്ട്. ഓക്കെ, അതാണ് മെയിൻ ആയിട്ട്. പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഡ്യൂട്ടീസ് ഉണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് ഡ്യൂട്ടീസ് എന്ന് പറയുമ്പോൾ അറ്റൻഡൻസ് എടുക്കുക, അല്ലെങ്കിൽ സ്റ്റുഡന്റിന്റെ റെക്കോർഡ് കീപ്പ് ചെയ്യുക. ഇവർക്കൊക്കെ വർക്ക്ഷീറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. അപ്പൊ ഇത് റിപ്പോർട്ട് കാർഡ് തരുന്നതിന്റെ കൂടെയും അതുപോലെ ടേം 1 ടേം 2 ഒക്കെ കഴിഞ്ഞ് കുട്ടികൾ പോകുന്ന സമയത്ത് നമുക്കൊരു ഫയലാക്കി തരും കുട്ടികളുടെ ഓൾ വർക്ക്ഷീറ്റ് കാര്യങ്ങളെല്ലാം. കാരണം നമുക്ക് ഡെയിലി ബേസിസിൽ അവർ ടെക്സ്റ്റ് ബുക്ക് ഒന്നും വീട്ടിൽ തന്നു വിടില്ല, അതുപോലെ വർക്ക്ഷീറ്റ് ഒന്നും തന്നു വിടില്ല കേട്ടോ. മെയിൻലി ബ്രിട്ടീഷ് കരിക്കുലത്തിൽ. CBSEയിൽ കുറച്ച് ഡിഫറെന്റ് ആണ്, കുറച്ചും കൂടി ഈസിയാണ് CBSEയിൽ വരാം. അവർക്ക് ടെക്സ്റ്റ് ബുക്കും കാര്യങ്ങളും മിക്ക സ്കൂളുകളും തന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. CBSE ആവട്ടെ അല്ലെങ്കിൽ ബ്രിട്ടീഷ് കരിക്കുലം ആവട്ടെ അതുപോലെ UK ആവട്ടെ, മെയിൻലി ഫോക്കസ് ചെയ്യുന്ന EYFS കരിക്കുലം തന്നെയാണ്. ഒരേ രീതിയിലാണ് പഠിത്തം പോകുന്നത് കേട്ടോ. ചെറിയ ക്ലാസ്സസിലെ പഠിത്തം പോകുന്നത് സെയിം ഒരു സിലബസിൽ തന്നെയാണ് പോകുന്നത്. അതുകൊണ്ട് ഡോണ്ട് വറി ടു മച്ച്. ഇതാണ് ഒരു സംഭവം. പിന്നെ നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്ട്രക്ഷണൽ സപ്പോർട്ട് ഞാൻ പറഞ്ഞു, റിസോഴ്സസിനെ പറഞ്ഞു. പിന്നെ സെൻറ്റ് കുട്ടികൾ അല്ലെ, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ നീഡുള്ള കുട്ടികൾ, അവർക്കൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. അവർക്ക് സ്പെഷ്യൽ ആയിട്ടൊരു ടീച്ചർ ഉണ്ടാവും, സെൻറ്റ് ടീച്ചർ ഉണ്ടാവും, ഷാഡോ ടീച്ചർ എന്ന് പറയും.
അതിലെങ്ങനെയാണ് ജോലി കിട്ടുന്നതെന്നുള്ളത് ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ചെയ്യുന്നതാണ്. ഇഫ് യു വാണ്ട് ദാറ്റ് വീഡിയോ പ്ലീസ് കോമെന്റ് ബിലോ. സെൻഡ് ടീച്ചർ ജോബ് എന്താണ്, അത് കുറച്ചും കൂടി ഈസിയാണ്. അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ എസ് എന്ന് പറഞ്ഞാൽ മാത്രം ഞാൻ അതിനെപ്പറ്റി സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് എടുത്തിട്ട് ഞാൻ വീഡിയോ ചെയ്യാം. എനിക്ക് ഓൾറെഡി അറിയാം അതെന്താന്നുള്ളത്, കാരണം എൻ്റെ ക്ലാസ്സിലും ഉണ്ട്. ഞാനിപ്പോൾ വലിയ ക്ലാസ്സിലാണ് പഠിപ്പിക്കുന്നതെങ്കിൽ കൂടി ആ ക്ലാസ്സിൽ സപ്പോർട്ട് ഈ ഓട്ടിസം സ്റ്റുഡൻസിനൊക്കെ സപ്പോർട്ടായിട്ട് ടീച്ചർ ഇരിക്കുന്നുണ്ട്. അവരുടെ ക്വാളിഫിക്കേഷൻസ് എനിക്ക് അറിയാം ഓൾറെഡി. ഇഫ് യു വാണ്ട് മോർ ഡീറ്റെയിൽസ് പ്ലീസ് കമന്റ് ബിലോ. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, സോ ദെൻ എഡ്യൂക്കേഷനിലേക്ക് വന്നപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു മിനിമം ഹൈസ്കൂൾ എഡ്യൂക്കേഷൻ ആണ് പറയുന്നത്, അതായത് +2 എഡ്യൂക്കേഷൻ ആണ് പറയുന്നത്. പിന്നെ ഡിഗ്രി ഓർ ഡിപ്ലോമ, ദാറ്റ്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സ്കൂൾസ് പ്രിഫറൻസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് എക്സ്പീരിയൻസ് ഇൻ റിലേറ്റഡ് ഫീൽഡ് ഓർ ടീച്ചിങ് റിലേറ്റഡ് ആയിട്ടുള്ളതാണെങ്കിൽ ഹെൽപ്ഫുൾ ആയിരിക്കും. Okay, then CTA, then we are going to CTA. What is the full form of CTA? Do you know? Certificate in Teaching Assistance. അങ്ങനെ CTA എന്ന് പറഞ്ഞിട്ടൊരു കോഴ്സ് ഉണ്ട്. അത് എടുക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ജോബ് കിട്ടാനായിട്ട് വളരെയധികം പ്രിഫറൻസ് കൂടുതലായിരിക്കും. അപ്പം കാരണം എന്താ വെച്ചാൽ കുറേ പേര് +2 ഒക്കെ മതി എന്ന് അറിയുമ്പോൾ ഒത്തിരി പേര് CV സബ്മിറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ നമുക്ക് നമ്മുടെ CV ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടി നമുക്ക് എന്തെങ്കിലും എക്സ്ട്രാ നമ്മുടെ കയ്യിലുള്ളത് ബെനഫിഷ്യൽ ആണ്. സോ CTA എന്ന് പറഞ്ഞിട്ടൊരു സർട്ടിഫിക്കറ്റ് കോഴ്സ് വളരെ എളുപ്പത്തിൽ കുറച്ച് കാലയളവിലൊക്കെ ചെയ്യാൻ പറ്റുന്ന കോഴ്സാണ്. പല ഏജൻസീസ് അത് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബട്ട് KHDA മിനിസ്ട്രി ഒക്കെ അപ്രൂവ്ഡ് ആയിട്ടുള്ളതാണോ എന്ന് നോക്കുന്നതാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. ഈ CTA കോഴ്സ് ഒന്നും ഇവാലുവേറ്റ് ചെയ്യുന്ന ഒന്നല്ല, നമ്മളിത് ഇവാലുവേറ്റ് ചെയ്യുന്നില്ല. ബട്ട് സ്റ്റിൽ അങ്ങനെ നോക്കിയിട്ട് നിങ്ങൾ കോഴ്സ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. അങ്ങനെ എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി പ്രിഫറൻസ് ഉണ്ട് കേട്ടോ. ദെൻ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി. കുറച്ച് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇംഗ്ലീഷ് ലാംഗ്വേജ് എങ്ങനെ പ്രൊഫിഷ്യൻ്റ് ആയി. ഐ എം നോട്ട് പ്രൊഫിഷ്യൻ്റ് ആയിട്ട്. ഞാനല്ല, ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ തന്നെയാണ്. ഞാൻ സ്റ്റേറ്റ് സിലബസിലാണ് കേരളത്തിൽ പഠിച്ചത്. അതും വില്ലേജ് ഏരിയയിലാണ് ഞാൻ വളർന്നത്. അവിടെ ആരും തന്നെ ഇംഗ്ലീഷ് യൂസ് ചെയ്യാറില്ല. എൻ്റെ പേരൻസ് ഇംഗ്ലീഷ് യൂസ് ചെയ്യാറില്ല. സോ എനിക്കും അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല. സോ ഇവിടെ വന്നിട്ടാണ് ഞാൻ കൂടുതലും ഇംഗ്ലീഷായിട്ട് ഒരു കൊളാബറേഷൻ വന്നത്. സോ അതിനെ പറ്റിയിട്ട് ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നുണ്ട്. പേഴ്സണൽ സ്കിൽസ് നിങ്ങൾക്ക് വേണം. പേഷ്യൻസ് ഞാൻ ഓൾറെഡി പറഞ്ഞു. പിന്നെ എംപതി, അങ്ങനെയുള്ള കാര്യങ്ങൾ. ദെൻ കൾച്ചറൽ അവയർനെസ്. മൾട്ടി കൾച്ചറൽ എന്നുള്ള സ്റ്റുഡൻസ് ആണ്. അവർ ആദ്യമായിട്ട് സ്കൂളിലേക്ക് വരാണ്. 3 വയസ്സേ ഉള്ളൂ, 4 വയസ്സേ ഉള്ളൂ, അല്ലെങ്കിൽ 5 വയസ്സേ ഉള്ളൂ. സോ അത്രയും ചെറിയ കുട്ടികൾ അവരുടെ അറ്റ്മോസ്ഫിയറിൽ നിന്ന് മാറി നിൽക്കാണ്. നമുക്ക് അവരെ നന്നായിട്ട് ടേക്ക് കെയർ ചെയ്യണം. അവരുടെ ലെവലിലേക്ക് ഇറങ്ങി അവരുടെ കൾച്ചർ മനസ്സിലാക്കണം. പിന്നെ എപ്പോഴും UAE ഇസ്ലാമിക് കൾച്ചറിന് ഒരു പിടി മുമ്പിലാണ്. സോ അത് അവെയർ ആയിരിക്കണം. ഓക്കെ, ഇസ്ലാമിക് കൾച്ചറിനെ പറ്റി അറിയില്ലാത്തവർ ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കുക. ഇസ്ലാമിക് കൾച്ചർ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ഇസ്ലാമിക് കൾച്ചർ മാത്രമല്ല, എമിറാത്തി കൾച്ചർ എന്നുള്ളതാണ് ഇവിടെ. കാരണം ഇവിടുത്തെ നാട്ടുകാർ എമിറാത്തീസ് അല്ലേ, അവരുടെ കൾച്ചർ ആണ് കൂടുതൽ നമുക്ക് മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല ഈജിപ്ഷ്യൻസ് ഉണ്ടാവും, ഒമാനിൽ ഉണ്ടാവും, സൗദീസ് ഉണ്ടാവും, പാകിസ്ഥാനീസ് ഉണ്ടാവും, അഫ്ഗാനിസ്ഥാൻ ഉണ്ടാവും, പാലസ്തീൻ ഉണ്ടാവും, ദെൻ അങ്ങനെയുള്ള എല്ലാ ഏരിയയിൽ നിന്നും ഉണ്ടാവും. സോ ബംഗ്ലാദേശിൽ നിന്നും ഉണ്ടാവും കേട്ടോ. ഈ ഏരിയ എല്ലാ രാജ്യത്തു നിന്നും ഉണ്ടാവും. ഈ പറഞ്ഞ ആൾക്കാരാണ് കൂടുതൽ ഉണ്ടാവുക. ഞാനിപ്പോൾ പറഞ്ഞ കാറ്റഗറീസിലുള്ള കൺട്രീസിലുള്ള ആൾക്കാരായിരിക്കും കൂടുതൽ ഉണ്ടാവുക. സോ അതൊന്ന് ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കി മനസ്സിലാക്കി വെച്ചാൽ നല്ലതായിരിക്കും. നെക്സ്റ്റ് CV പ്രിഫറൻസ് അല്ലെങ്കിൽ CV പ്രിപ്പറേഷൻസ്. CV പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മളൊരു ടീച്ചർ ആയിരിക്കും. ഓക്കെ, എനിക്ക് ഓൾറെഡി ഇപ്പോൾ BEd ഉണ്ട്, ഡിഗ്രി ഉണ്ട്, മാസ്റ്റേഴ്സ് ഉണ്ട്, ബട്ട് ഐ എം അപ്ലൈയിങ് ഫോർ TA. അങ്ങനെ ഒരു സാഹചര്യമാണെങ്കിൽ നമ്മുടെ ക്വാളിഫിക്കേഷൻസ് ഓഫ് കോഴ്സ് വി ക്യാൻ പുട്ട് ലൈക്ക് ഐ എം സെക്യൂറിങ് മാസ്റ്റേഴ്സ് ഇൻ ഡാഷ്. ഓക്കെ, അല്ലെങ്കിൽ BEd ഇതിലുണ്ട്, എല്ലാം എഴുതാം. എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, ഐ ഹാവ് ടീച്ചിങ് എക്സ്പീരിയൻസ് ഇൻ കേരള ഇൻ എ സ്കൂളിൽ, അതൊക്കെ എഴുതാം. ബട്ട് വെൻ വി ആർ അപ്ലൈയിങ് ദ ഹെഡിങ് ഷുഡ് ബി എന്തായിരിക്കണം? സയൻസ് ടീച്ചർ, ഫിസിക്സ് ടീച്ചർ, ഇംഗ്ലീഷ് ടീച്ചർ അങ്ങനെ കൊടുക്കുന്നതിന് പകരം ടീച്ചർ അസിസ്റ്റന്റ്. അപ്ലൈങ് ഫോർ ദ പോസ്റ്റ് ഓഫ് ടീച്ചർ അസിസ്റ്റന്റ്. അപ്പൊ നമ്മൾ അപ്ലൈങ് ഫോർ ദ പോസ്റ്റ് ഓഫ് സയൻസ് ടീച്ചർ ഓർ ടീച്ചർ അസിസ്റ്റൻസ് അങ്ങനെ വെച്ച് കൊടുക്കരുത്. കാരണം നമ്മളോർക്കും സയൻസ് ടീച്ചറായിട്ട് കിട്ടുവാണെങ്കിൽ കിട്ടിക്കോട്ടെ, അല്ലെങ്കിൽ അസിസ്റ്റന്റ് ടീച്ചർ. ബട്ട് നോ, നമ്മൾ അപ്ലൈ ചെയ്യുന്ന നമ്മുടെ എന്ന് പറയുന്നത് എപ്പോഴും ഒന്നായിരിക്കണം. അതേ സമയത്ത് തന്നെ ഇവിടെ നമ്മൾ അസിസ്റ്റന്റ് ടീച്ചറായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ അപ്പുറത്തെ സ്കൂളിൽ നമുക്ക് സയൻസ് ടീച്ചറായിട്ട് അപ്ലൈ ചെയ്യാം, നോ പ്രോബ്ലം. പക്ഷെ രണ്ടും 2 CV ആയിരിക്കണം.
ഈ നമ്മുടെ ടീച്ചർ അസിസ്റ്റന്റ് എന്ന് പറയുന്നതിലുള്ള CV-യിൽ നമ്മൾ കൊടുക്കേണ്ട പ്രിഫറൻസ്, എനിക്ക് വേണ്ടത് ഞാൻ അപ്ലൈങ് ഫോർ ദ പോസ്റ്റ് ഓഫ് ടീച്ചർ അസിസ്റ്റൻസ്, ഐ ഹാവ് എക്സ്പീരിയൻസ് ഇൻ ടീച്ചിങ്, ബട്ട് സ്റ്റിൽ റൈറ്റ് നൗ ഐ എം ലുക്കിംഗ് ഫോർവേഡ് ഫോർ ബീങ് വർക്കിംഗ് ആസ് എ അസിസ്റ്റന്റ് ടീച്ചർ എന്നുള്ളത് സ്പെഷ്യലി മെൻഷൻ ചെയ്യുക. ഐ ഹാവ് എക്സ്പീരിയൻസ് ഡീലിംഗ് വിത്ത് യങ് ചിൽഡ്രൻ, എസ്പെഷ്യലി വിത്ത് ഏജ് 3 to 5 എന്നുള്ളത് കൊടുക്കുക. എനിക്ക് കൂടുതലും അവരുമായിട്ട് മിങ്കിൾ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഡ്രീമാണ് കുട്ടികളെ ഹെൽപ്പ് ചെയ്യുക. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് സോഷ്യൽ വർക്ക് അല്ലേ. അങ്ങനെയുള്ള എല്ലാ പോയിന്റ്സും നമ്മൾ ബൂസ്റ്റ് ചെയ്തുകൊണ്ട്, നമ്മുടെ ആ ഒരു സ്കിൽസിനെയും ഒക്കെ ബൂസ്റ്റ് ചെയ്തുകൊണ്ട്, എനിക്ക് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ട്, എനിക്ക് നല്ല ഓർഗനൈസേഷണൽ സ്കില്ലുണ്ട്. ഇപ്പോൾ ഓർഗനൈസ് ചെയ്ത് വെക്കേണ്ടതല്ലേ. ഹോബീസ് എന്താണെന്നൊക്കെ എഴുതുമ്പോഴേക്കും ഹോബിയിലൊക്കെ എഴുതുക. നല്ല ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അല്ലെങ്കിൽ മ്യൂസിക് എനിക്ക് പാടാൻ ഇഷ്ടമാണ്, അങ്ങനെയുള്ള ക്രാഫ്റ്റ് അല്ലെങ്കിൽ പെയിന്റിങ് ഇഷ്ടമാണ്. കാരണം ഇതൊക്കെയാണ് ഒരു ടീച്ചർ അസിസ്റ്റന്റ് ജോബിന് വേണ്ട കാര്യങ്ങൾ അല്ലേ. അല്ലാതെ കുക്കിംഗ് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് അവിടെ പ്രത്യേകിച്ച് കാര്യമില്ല. ബട്ട് സ്റ്റിൽ ഫയർ വിത്തൗട്ട് കുക്കിംഗ് ഒക്കെ ബ്രിട്ടീഷ് കരിക്കുലത്തിൽ കുഞ്ഞു കുട്ടികളെ വരെ പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ എൻ്റെ മോള് പഠിക്കുന്നത്, അവളിപ്പോൾ FS2 ആണ്. FS2 കഴിഞ്ഞു, Year 1 പോവാണ്. സോ ആ സമയത്ത് ഇവള് FS1 തൊട്ടിട്ട് കുക്കിംഗ് വിത്തൗട്ട് ഫയർ, അതായത് ഫയർ ഇല്ലാതെ കുക്ക് ചെയ്യാം, അതൊക്കെ ഉണ്ട്. സോ അതിനൊക്കെ ഹെൽപ്ഫുൾ ആവും. സോ കുക്കിംഗ് ഏരിയയിൽ കുഴപ്പമൊന്നുമില്ല, നോ പ്രോബ്ലം. ബട്ട് മോർ പ്രിഫറൻസ് ടു ദിസ് ക്രാഫ്റ്റ് വർക്ക്, പെയിന്റിങ്, അങ്ങനത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ വീഡിയോഗ്രാഫി. കാരണം അസിസ്റ്റന്റ് ടീച്ചേഴ്സ് ആയിരിക്കും കൂടുതലും ക്ലാസ്സിലെ വീഡിയോസ് ഒക്കെ എടുക്കുക. ഈച്ച് ഡേയുടെ വീഡിയോ, ആക്ടിവിറ്റി ചെയ്യുന്നതും പഠിക്കുന്നതിൻ്റെ ഒക്കെ വീഡിയോ അവരുടെ പേരൻസിന് ഇവർ അയച്ചു കൊടുക്കാറുണ്ട്. സോ വീഡിയോഗ്രാഫി, ഫോട്ടോഗ്രാഫി ഒക്കെ ആദ്യം തന്നെ വെക്കാം. ഓക്കെ, അതാണ് അപ്ലൈയിങ് ഫോർ ദ ഹൗ ടു പ്രിപ്പയർ CV എന്നുള്ളതിൽ എനിക്ക് കൂടുതലായിട്ട് തോന്നിയിട്ടുള്ള കാര്യം. എൻ്റെ മൈൻഡിൽ പെട്ടെന്ന് വേറെ ഒന്നും വരുന്നില്ല. ഓക്കെ, ദെൻ ഇഫ് യു ഹാവ് എനി ഡൗട്ട് പ്ലീസ് കോമെന്റ്. ഓക്കെ, ദെൻ അപ്ലൈയിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇപ്പോൾ റീസെന്റ് വർക്ക് ചെയ്തിരുന്ന സ്കൂളിലെന്ന് വെച്ച് കഴിഞ്ഞാൽ +2 ഒക്കെ മതിയായിരുന്നു. +2 മാത്രം മതി ടീച്ചർ അസിസ്റ്റന്റ് ആവാനായിട്ട്. ബ്രിട്ടീഷ് കരിക്കുലം സ്കൂളാണ്, അജ്മാനിലായിരുന്നു കേട്ടോ. അവിടെ എല്ലാ ടീച്ചേഴ്സിനും +2 ഒക്കെ മതിയായിരുന്നു. അതിൽ കൂടുതലുള്ളവരുണ്ട്, ഡിഗ്രി MSc ഒക്കെ ഉള്ളവർ TE ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അത് പറഞ്ഞപ്പോഴാണ് വന്നത്, നമ്മൾ എല്ലാവർക്കും ഈക്വൽ വാല്യൂ ആണ് ഇവിടെ കൊടുക്കുന്നത് UAE-ൽ. അപ്പൊ ടീച്ചർ അസിസ്റ്റന്റ് ഭയങ്കര താഴ്ന്ന ജോബ് അങ്ങനെയൊന്നുമില്ല. ഇവിടെ നാനീസ് ആണെങ്കിലും, അല്ലെങ്കിൽ ക്ലീൻ ചെയ്യുന്ന, ഫ്ലോർ ക്ലീൻ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും എല്ലാവർക്കും ഈക്വൽ വാല്യൂ ആണ്. അതുപോലെ എല്ലാവരും അങ്ങനെ താഴ്ന്നൊന്നും നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാവരും നോർമലായിട്ട് തന്നെ പ്രൊഫഷണൽ ആണ്. ഈച്ച് ജോബിലും പ്രൊഫഷണൽ ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. സോ TE ആണ്, ടീച്ചർ അസിസ്റ്റന്റ് ആണ്, അതിലൊരു വേർതിരിവ് ഇല്ല ഇവിടെ. നാട്ടിലെ പോലെ അല്ല. ഓക്കെ, നാട്ടിൽ നമുക്കൊരു ഇതുണ്ടാവില്ല, അങ്ങനെയൊന്നും ഇല്ല ഇവിടെ. സോ ഏത് ജോബാണെങ്കിലും ഇറ്റ്സ് ഓക്കെ. ദെൻ ബെനഫിറ്റ്സ് അല്ല, ആപ്ലിക്കേഷൻ ആണ് നെക്സ്റ്റ് പോയിന്റ് ഞാൻ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. സോ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്, ഇപ്പൊ എൻ്റെ സ്കൂളിൽ, ഓക്കെ, അജ്മാനിലുള്ള ഞാൻ വർക്ക് ചെയ്തിരുന്ന സ്കൂള് ക്രൗൺ ആണ്. ഞാൻ അതിന്റെ പേര് എനിക്ക് പറയാലോ, കാരണം ഞാൻ റിസൈൻ ചെയ്തു. സോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ക്രൗൺ ആണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സ്കൂള് റീസെന്റ്. ആ സ്കൂളിൽ ഇപ്പം ഓൾറെഡി കുറെ ടീച്ചേഴ്സിനെ എടുക്കുന്നുണ്ടായിരുന്നു. TE എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം എടുക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, എടുത്തിട്ടുണ്ടായിരുന്നു. അവർ കൂടുതലായിട്ടും ഇപ്പോൾ ആ സ്കൂൾ മാത്രമല്ല, ആ റീജിയനിലൊക്കെ ഉള്ള സ്കൂളുകൾ TEയുടെ ഇപ്പോൾ വേക്കൻസീസ് ലിങ്ക്ഡിനിലൊന്നും എടുത്ത് കണ്ടിട്ടില്ല. അവർ പക്ഷേ ഡയറക്ട്ലി ഹയർ ചെയ്യുന്നുണ്ട്, വരുന്ന ആപ്ലിക്കേഷൻസിൽ നിന്ന് ഹയർ ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് എനിക്ക് എന്താ മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ അത് വേക്കൻസീസ് നോക്കിയിരിക്കേണ്ട. എല്ലാ സ്കൂളിലും ഹാർഡ് കോപ്പി ആയിട്ട് TEയുടെ ഒരു അപ്ലൈയിങ് ഫോർ ദ പോസ്റ്റ് ഓഫ് TE എന്നുള്ളതിൻ്റെ ഒരു CV എടുക്കുക, കവർ ലെറ്റർ എടുക്കുക, രണ്ടും പ്രിന്റ് ഔട്ട് എടുത്തിട്ട് പിൻ ചെയ്ത് ഓരോ സ്കൂളിലും കൊണ്ട് ഹാർഡ് കോപ്പി സബ്മിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് പെട്ടെന്ന് ജോബ് കിട്ടാനായിട്ട് അത് തന്നെയാണ് ഏറ്റവും നല്ലത്. എല്ലായിടത്തും കൊണ്ട് സബ്മിറ്റ് ചെയ്യുക. വേക്കൻസി വരുമ്പോൾ പോയി അറ്റൻഡ് ചെയ്യുക. കമ്മ്യൂണിക്കേഷൻ, ഇംഗ്ലീഷ് പ്രൊഫഷ്യൻസി എപ്പോഴും നോക്കുക. ഇവരോടൊക്കെ ഇംഗ്ലീഷിലല്ലേ നമുക്ക് സംസാരിക്കേണ്ടത്. സോ ലാംഗ്വേജ് പ്രിഫറൻസ് ഇംഗ്ലീഷിലായതുകൊണ്ടിട്ട് അങ്ങനെ തന്നെ നോക്കുക. പിന്നെ ലാംഗ്വേജ് എഴുതുമ്പോൾ ഇംഗ്ലീഷ് എനിക്ക് നന്നായിട്ട് അറിയാമെന്നുള്ളതും, ഹിന്ദി സംസാരിക്കാൻ പറ്റുമെന്നും, അറബി ഇഫ് യു നോ ബേസിക് അതും കൂടി അവിടെ എഴുതിയേക്കുക. കാരണം ഈ എമിറാത്തി കുട്ടികളും, അല്ലെങ്കിൽ ഇവരുടെ ഈ ഒമാനായാലും ഈജിപ്ഷ്യൻ ആയാലും അറബ്സ് ആണെങ്കിൽ, അറബ് സംസാരിക്കുന്നത് ഒരു പ്രിഫറൻസ് ആയിരിക്കും. അവർക്ക് ഇംഗ്ലീഷ് അത്ര അറിയുണ്ടാവില്ല. സോ അതുകൊണ്ടിട്ട് അതും കൂടി ഒന്ന് എഴുതാനായിട്ട് ശ്രദ്ധിക്കാം. കാരണം ഇപ്പോൾ എൻ്റെ ഈ ഒരു റീസെന്റ് വർക്ക് ചെയ്തിരുന്ന സ്കൂളിൽ നാനിയുണ്ട്. നാനി അറബി പഠിച്ചതാണ്. ആള് ആക്ച്വലി ഫിലിപ്പീനിയാണ് കേട്ടോ. പക്ഷെ ഇപ്പൊ അറബി അറിയാം, അറബി കോഴ്സ് എടുത്ത് പഠിച്ചിട്ടുണ്ട്. കാരണം ഈ കുട്ടികളെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ആള് പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ അത് അപ്രീഷിയബിൾ ആണ്.
എനിക്കും അത്യാവശ്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ സ്കൂളിലൊക്കെ നിറച്ച് എമറാത്തി കുട്ടികളായിരുന്നു ഉണ്ടായിരുന്നത്. ബട്ട് സ്റ്റിൽ ഐ ഡിഡ്ന്റ് ലേൺ ഇറ്റ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കോഴ്സൊക്കെ എടുത്ത് പ്രിപ്പയർ ചെയ്യാം. പക്ഷെ ഇപ്പോൾ ഇവിടെ വെസ്റ്റേൺ വിസയ്ക്ക് വന്നിട്ടുള്ളവർ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ടൈം വേസ്റ്റ് ആക്കേണ്ട, ഇത് നേരെ പോയി അപ്ലൈ ചെയ്യാം, കിട്ടും. CBSE പെട്ടെന്ന് കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. CBSE ഞാൻ ഇപ്പോൾ പറഞ്ഞ എല്ലാ അത്രയും വേണ്ട, കുറച്ചും കൂടി ബ്രിട്ടീഷ് കരിക്കുലത്തേക്കാളും കുറച്ചും കൂടി ലൂസനാണ് ഇവിടെ എന്ന് പറയുന്നത്, കുറച്ചും കൂടി എളുപ്പമാണ്. പിന്നെ സാലറി റേഞ്ച് ഞാൻ പറയാം. എൻട്രി ലെവലിലെ സാലറി 3,000 to 5,000 ആണ് ഞാൻ പറയുന്നത്. ആവറേജ് സാലറി ഇതിപ്പോൾ ഗൂഗിൾ ചെയ്താലും ഇത് തന്നെയായിരിക്കും കിട്ടുക. അതുപോലെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് 5,000 to 7,000 ആണ് പറയുന്നത്. അപ്പോൾ ഈ സാലറി റേഞ്ച് എന്ന് പറയുമ്പോൾ എല്ലാവരും പറയുന്ന പോലെ അത് ഫുള്ള് കിട്ടണമെന്നൊന്നുമില്ല. ഒരു CBSE സ്കൂളിൽ ഞാൻ പറഞ്ഞല്ലോ, ടീച്ചേഴ്സിന് 3,200 കിട്ടുന്ന ഒരു സ്കൂളിലാണ് നമ്മൾ പോകുന്നതെങ്കിൽ അത് ഹയർ ക്ലാസ്സസിലായിരിക്കും 3,200 ഒക്കെ വരുന്നത്. സം ഓഫ് ദ സ്കൂൾസ് ഇൻ ഷാർജ 4,000 ആണ് വരുന്നത്. ഈവൻ മാക്സിമം സാലറി 5,000 എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ, ഒരു ആവറേജ് സാലറി. കാരണം CBSE അത്രയ്ക്ക് ഭയങ്കരമായ സാലറി എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടാണ് കിട്ടാനായിട്ട്, വളരെ റെയർ ആണ്. അപ്പം അത്രയും ഒരു റേഞ്ചിലുള്ള സ്കൂളിൽ അസിസ്റ്റന്റ് ടീച്ചർക്ക് ഓഫ് കോഴ്സ് അതിലും കുറവായിരിക്കും സാലറി. പ്രൈമറി ടീച്ചേഴ്സിന് കുറവായിരിക്കും സാലറി CBSE ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ക്ലാസ്സിലെ ടീച്ചേഴ്സിന് ചെറിയ സാലറി, വലിയ ക്ലാസ്സിലേക്ക് പോകുന്നതോറും കൂടുതൽ സാലറി. ബട്ട് ബ്രിട്ടീഷ് കരിക്കുലത്തിൽ അങ്ങനെയല്ല. ദാറ്റ് ഇസ് ബേസ്ഡ് ഓൺ അവർ സ്കിൽസ് ആൻഡ് എക്സ്പീരിയൻസ്. നമ്മൾ ചോദിക്കുന്ന അനുസരിച്ചിട്ടാണ് ഇത് വരുന്നത്. പ്രൈമറി ടീച്ചർക്കും മേ ബി IGCSE പഠിക്കുന്ന ഒരു ടീച്ചർക്കും സെയിം സാലറി ആയിരിക്കും. എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെങ്കിൽ സെയിം സാലറി ആയിരിക്കും. ദാറ്റ്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ അവർ എക്സ്പീരിയൻസ്. പിന്നെ നമ്മൾ സംസാരിക്കുന്ന രീതി, നമ്മൾ പറയുന്ന കാശ്, ആ രീതിയിലാണ് നമ്മൾ ബാർഗെയിൻ ചെയ്യുന്ന പോലെ പറയണം. ഇത്ര പൈസ 6.5 ഇല്ലാതെ ഞാൻ അവിടെ ഇല്ല എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ചിട്ടാണ് അവർ തരാം. നമ്മൾ അത്രയും എഫിഷ്യൻ്റ് ആണെന്ന് അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ അവർ തരും. ഓക്കെ, ദാറ്റ്സ് ഡിപ്പെൻഡ്സ്. അപ്പോൾ അതുകൊണ്ടിട്ട് പിന്നെ ഈ അസിസ്റ്റന്റ് ടീച്ചേഴ്സിന് 5,000 to 7,000 ഒക്കെ കിട്ടുക എന്ന് പറയുന്നത് വളരെ നല്ല റെപ്യൂട്ടഡ് സ്കൂൾസ് ഉണ്ട് ഇവിടെ, അവിടെയൊക്കെ കിട്ടും. ഓക്കെ, അപ്പോൾ ആസ് എ സ്റ്റാർട്ടർ നമ്മളിപ്പോൾ അധികം ക്യാഷിന് മുൻതൂക്കം കൊടുക്കണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഫസ്റ്റ് വേണ്ടത് എക്സ്പീരിയൻസ് ആണ് ഇവിടെ. സോ എക്സ്പീരിയൻസ് ഫോക്കസ് ചെയ്യുക. പറയാം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഇതെൻ്റെ ഡ്രീം ജോബാണ്. സോ ഐ നീഡ് എക്സ്പീരിയൻസ്, ഐ നീഡ് ടു നോ അബൌട്ട് ദിസ് ആൻഡ് റെഡി ടു ഹാർഡ് വർക്ക് ഫോർ ദാറ്റ് എന്നൊക്കെയുള്ള പോയിന്റ്സ് പറഞ്ഞുകൊണ്ട് എവിടെയെങ്കിലും കയറി പറ്റാനായിട്ട് ആദ്യം തന്നെ ശ്രമിക്കാം. അപ്പോൾ ഇതാണ് ഓൾ അബൌട്ട് ടീച്ചിങ് അസിസ്റ്റന്റ് ജോബ്. ഐ ഹോപ്പ് ഐ ഹാവ് കംപ്ലീറ്റഡ് ഓൾ പോയിന്റ്സ്. ഇനി ഏതെങ്കിലും പോയിന്റ് മിസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. വേക്കൻസീസിന്റെ കാര്യം ഇപ്പം എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഡയറക്റ്റ് ഹെൽപ്പ് ചെയ്യുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ടല്ലോ. നിങ്ങൾ തന്നെ ചെന്നിട്ട് ലിങ്ക്ഡിൻ നോക്കാൻ ഞാൻ പറയില്ല. ടീച്ചർ ജോബിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും പറയും ലിങ്ക്ഡിൻ സെർച്ച് ചെയ്തോളൂ എന്ന് പറയും. ബട്ട് ഇവിടെ റെയർ ആയിട്ടാണ് കാണുന്നത്. ജെംസിന്റെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ടീച്ചർ അസിസ്റ്റന്റ് വേക്കൻസീസ് ഉണ്ട്, അവിടെ നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതുപോലെ തലീമിന്റെ സൈറ്റ് ഞാൻ നേരത്തെ അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അല്ലേ, എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്ന്. തലീമിന്റെയും അതുപോലെ തന്നെ അൽദാറിന്റെ സൈറ്റ്സിലൊക്കെ ഇത് കിടക്കുന്നുണ്ട്, അവിടെയൊക്കെ അപ്ലൈ ചെയ്യുക. പക്ഷെ അവിടെ നിന്നൊക്കെ വിളി വരാൻ ആസ് എ ഫ്രഷർ ലിറ്റിൽ ഡിഫിക്കൽട്ട് ആണ്. സോ നമ്മൾ ആദ്യം തന്നെ പോകേണ്ടത് ഇതുപോലെയുള്ള റീജിയനിൽ പോയിട്ട് എല്ലാവർക്കും സ്കൂൾ സോണിൽ പോയിട്ട് പ്രിന്റ് ഔട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അത് നിങ്ങൾ ചെയ്യുക. എന്നിട്ട് ആർക്കെങ്കിലുമൊക്കെ വിളി വന്ന് ആരെങ്കിലുമൊക്കെ ജോയിൻ ചെയ്യുമ്പോൾ നമ്മുടെ ഈ കമന്റ് ബോക്സിൽ ഒന്ന് പറയേണ്ടതാണ്. മറ്റുള്ളവർക്കും അതൊരു മോട്ടിവേഷൻ ആയിരിക്കും. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇത് ആവശ്യമുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മനസ്സാണിക്കുക. താങ്ക് യു സോ മച്ച്. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സീ യു ഇൻ അനദർ വീഡിയോ. പിന്നെ നിങ്ങളുടെ കമന്റ് കാണുമ്പോഴാണ് എനിക്ക് വളരെയധികം ഹാപ്പി. ഞാൻ വീണ്ടും മടി പിടിക്കുന്നത് കുറച്ച് മാറ്റിയിട്ട് ഞാൻ വന്ന് വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ കുറേ വട്ടം ഒരേ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ തന്നെയാണ്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ കമന്റ്സ്. കുറേ പേര് എനിക്ക് കമന്റ് ചെയ്യുന്നുണ്ടായിരുന്നു നല്ല വീഡിയോസാണ്, ഇൻഫോർമേറ്റീവ് ആണെന്ന്. നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ട്, നിങ്ങൾക്കത് കുറച്ച് എന്തെങ്കിലും ഒരു ഹെൽപ്ഫുൾ ആണെന്ന് കേൾക്കുമ്പോൾ എനിക്ക് വളരെയധികം ഹാപ്പിയാണ്. നിങ്ങൾ എന്തായാലും എനിക്കും എൻ്റെ ഫാമിലിക്കും വേണ്ടിയിട്ട് നിങ്ങളുടെ പ്രെയറിൽ ഞങ്ങളെ ഉൾപ്പെടുത്തുക. അതാണ് പറയാനുള്ളത്. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ. പിന്നെ നിങ്ങൾക്ക് എന്താണ് ഡൗട്ട് എന്നുള്ളത് ചോദിക്കാം. പിന്നെ കുറെ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ലാംഗ്വേജ് എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം, അതിൻ്റെ വീഡിയോ ചെയ്യാം കേട്ടോ. സെൻ ടീച്ചർ ആരും ചോദിച്ചു കണ്ടിട്ടില്ല. ബട്ട് just asking to you, if you want, you can I will